ഗൈസ്, ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണിച്ചിടാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. കുറേ നാളുകൾക്ക് ശേഷം തിരുമ്പി വന്നാൽ അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ റൂമിലോട്ട് പോവുകയാണ്. കുറച്ച് ചെറിയ പരിപാടി കേട്ട് അങ്ങനെ കാണാം. അപ്പോൾ ഇത് നമ്മുടെ ഷെഫ്. ഹായ് പറയൂ. ഗുഡ് മോർണിംഗ്. ബാഗട്ടി മകന്ത്. ഇത് ബർത്ത്ഡേക്കാരൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇതിന് മുമ്പ് സ്പെഷ്യലൊക്കെയാണ് പിന്നെ കാണാം. അപ്പോൾ കേസ് ഇന്ന് കണ്ടില്ലേ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കയറിയതാണ്. നമ്മുടെ എല്ലാ സ്റ്റാഫുകളും കണ്ടില്ലേ. ഒരാൾ കുളിക്കാണ്ട അടുത്തതിൽ കാണിച്ചു തരാം. അതേപോലെ ബാക്കി പോകുന്ന വഴി പോകാം. ഒരാൾക്ക് ഭയങ്കര തണുക്കാണ്. ഫുൾ മേക്കപ്പ് ഇട്ട് ഒരാൾ ഇറങ്ങിയതാണ്. ഇപ്പോഴാണ് ഭയങ്കര തണുപ്പ് കാര്യങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പറയുക. തണുപ്പായിട്ട് ലിബാം എടുത്തില്ല. ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടും. പോകുന്ന വഴി ഇതും കൊണ്ട് വേസ്റ്റ് വരുന്ന ഐറ്റംസ് ഒക്കെ ഇട്ടെ. ഇവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടുണ്ട്. ഇത് നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റാഫുകൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി എടുത്ത റൂം കേട്ടോ. ഷോപ്പ് ഇത് കാണുന്നതാണ്. ഇനി ചെറിയ മാർക്കറ്റ് കാര്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ അതൊക്കെ എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ തിങ്കളാഴ്ച മാത്രമേ കേട്ടോ ഇവിടെ ഓപ്പൺ മാർക്കറ്റാണ്. അത് നമ്മൾ കടയിൽ പോയി മേടിക്കണ ആ ഒരു എമൗണ്ടിൻ്റെ ഐറ്റംസ് ഇവിടെ 3 ഇരട്ടി പകുതിക്ക് ആണ് നമുക്കിവിടെ കിട്ടുക. പകുതിയുടെ വിലയ്ക്ക് നമുക്ക് ഈ ഓപ്പൺ മാർക്കറ്റിൽ സംഭവം കിട്ടും. ഒരു കടയിൽ ടാക്സ് ഉൾപ്പെടെ വരുന്ന ഐറ്റംസ് ഇവിടെ നിസ്സാര വിലയ്ക്ക് സാധനം കിട്ടും. അതിൻ്റെ എല്ലാ തിങ്കളാഴ്ചയും തൂങ്ങി കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട്. എന്താ എൻ്റെ ഗ്ലാമർ ഡ്രസ്സുകൾ. പിന്നെ കുറേ ഈ കള്ളന്മാരെ അടിച്ചു മാറ്റി കൊണ്ടുന്ന ഐറ്റംസും ഇവിടെയൊക്കെ വിൽക്കുന്നുണ്ട്. ഡ്രസ്സുകളൊക്കെ എന്താ അതിൻ്റെ ഭംഗി. വെജിറ്റബിൾസ് ഡ്രസ്സുകളുടെ കിടപ്പുണ്ട്. അതായത് 5 യൂറോ 10 യൂറോക്കൊക്കെ. ഒരു യൂറോയുടെ ഐറ്റംസ് 6 യൂറോയ്ക്കുള്ള ഇതിൽ വെജിറ്റബിൾ കേക്ക്, ഒരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം. ഇതൊക്കെയാണ് ഡ്രസ്സുകൾ കേസ്. ഇതൊക്കെ പുറത്ത് മേടിക്കുകയാണെങ്കിൽ 45 യൂറോ 50 യൂറോയുടെ ഐറ്റംസൊക്കെ ഇവിടെ. ഇനി മാർക്കറ്റ് അങ്ങോട്ടാണ്. പക്ഷെ നമ്മൾ പോകുന്നത് നേരെ റൈറ്റാണ്. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത് റൈറ്റ്. ഇത് ഇവിടുത്തെ പോലീസ് ഒക്കെ. നമുക്ക് അങ്ങോട്ട് മാർക്കറ്റ്
നടക്കാതെ രാവിലെ നടക്കുന്നത് ആലോചിച്ചത് നല്ലതല്ലേ. ഇവിടെ തന്നെ എന്തോ പണി നടക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ. പക്ഷെ ബസ്സുകളൊക്കെ പോട്ടെ. ഇനി കുറച്ചുള്ളൂ. ഇതൊരു സ്കൂളാട്ടോ. ഇതൊരു സ്കൂളാണ്, വെൽമ്പാൽക്കട്ട സ്കൂൾ. എല്ലാ ഇറ്റാലിയൻ സ്കൂളുകളിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഓ പിന്നലുണ്ട്. മറ്റേ പുള്ളിക്കാരി അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് അറിയാം. ആർക്ക്? റോമിലെ. പിന്നെ അവൻ്റെ അടുത്ത് പിടിച്ചിട്ടുള്ള പാട്. വിശക്കുന്നു. 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ മാക്ഡൊണാൾഡ്സ് എത്തും കേസ്. ജസ്റ്റ് 10 മിനിറ്റ്. കാരണം തിങ്കളാഴ്ച കൊണ്ട് ഈ വഴിക്ക് ബസ്സില്ല. അത് മാത്രമാണ് ഇന്നിവിടെ ഓപ്പൺ മാർക്കറ്റ് ആയതുകൊണ്ട് ഈ വഴിക്ക് ബസ് വരും. ബാക്കി എല്ലാ ദിവസവും ഇതെല്ലാം ബസ്സുണ്ട്. ബസ് അപ്പുറത്തേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ സമയമാവും അല്ലേ? 2-2.5 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടല്ലേ, ആ കാണുന്നത് ട്രാം പോണ വഴിയാണ് കേട്ടോ. ട്രാം എന്ന് വെച്ചാൽ നമ്മുടെ മെട്രോ പോലെ പോകുന്ന ഇതാണ്. ആ വരുന്നതുണ്ടല്ലേ, അവിടെ ചുമന്ന കാണും. ഒരു ഓറഞ്ച് കളറുണ്ട് ആ സൈഡിലവിടെ. അത് ട്രാമട്ട ജാമ്പോൻ്റെ കാലത്ത് പണ്ടത്തെ ട്രാം ഇപ്പോഴും സുന്ദരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ 98. ഈ വണ്ടിയാണ് ശരിക്കും നമ്മൾ വന്ന വഴി കൂടെ പോകേണ്ടത്. പക്ഷെ ഇന്ന് മാർക്കറ്റ് ആയതുകൊണ്ട് ഇന്ന വഴിക്ക് പോകുന്നില്ല, കറങ്ങി തിരിങ്ങി പോകുള്ളൂ. ഗേസ് അങ്ങനെ ഞങ്ങൾ മാക്കെത്തി. ഞങ്ങൾ മാക്കിൻ്റെ അവിടെ എത്തി. ഇന്ന് നടന്നു ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചു. അതൊക്കെ ഇനി മെട്രോ കയറി ആടിപ്പാടി വെക്കാം. ഇപ്പോൾ ഉച്ച സമയമല്ലേ, അത്യാവശ്യം തിരക്ക് കാരണമൊക്കെ ഉണ്ടാവും. ഉച്ച സമയങ്ങളും പിള്ളേർ സെറ്റ് ഉണ്ടാവും അത്യാവശ്യം. നോക്കാം. ഇനി മാക്ക് നമ്മുടെ ഫോണിൽ ഒരു മാക്കിൻ്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അവരിങ്ങനെ ഓഫർ ഇടും. ഈ ആപ്പ് ഉള്ളവർക്ക് മാത്രം ഇപ്പോൾ 20 യൂറോ 30 യൂറോ ഐറ്റംസൊക്കെ നമുക്ക് 10 യൂറോയ്ക്ക് 9 യൂറോയ്ക്കൊക്കെ സംഭവം കിട്ടും. ഉണ്ടോ തിരക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങൾ മെട്രോ ഐറ്റിയിലേക്കാണ്. മെട്രോ വരെ ഇനി 1.5 മിനിറ്റ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ മെട്രോയിലെത്തി. ഇത് ഫാൻറ്റ, ബർഗറുണ്ട്, ഇത് മറ്റേ ചിക്കൻ ബിബിക്യൂ ഉണ്ട്, ഡബിൾ ചിക്കൻ നഗറ്റ്സ് ഉണ്ട്, അവൾക്ക് കോഫി, പിന്നെ ഫ്രഞ്ച് ഫ്രൈ. ഇത്ര ഐറ്റംസാണ് ഉള്ളത്. ഉണ്ട്. ചോറും മാത്രം തിന്നുന്ന ഒരാളായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ബർഗർ പിന്നെ പിസ്സ, ഇതൊക്കെയാണ് ഇപ്പോൾ ആൾക്ക് പറ്റുള്ളൂ. വേറെ ഒന്നും വേണ്ട. വലിയ ഉള്ളിയാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഈ വഴി നേരെ ചെല്ലേണ്ടത് നമ്മൾ കുറച്ച് ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ വഴി സ്ട്രെയിറ്റ് ചെയ്യുന്നത് നേരെ ഹോസ്പിറ്റലാണ്. നമ്മൾ കുറച്ച് കറങ്ങി അടിച്ചാൽ മതി. ശരി.
കുറേ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് കറങ്ങി അടിച്ച് ഒന്ന് റൗണ്ടപ്പ് ചെയ്ത് വന്നു മാത്രം. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ സ്ഥലത്ത് ഇനി 4 മിനിറ്റാണ് കാണിക്കുന്നത്. കൊടികളുണ്ട്, ഒക്കെ വലിയ വലിയ ഓഫീസുകളാണ്. ഇത് ഇവിടെ ഫുള്ളും വലിയ വലിയ ഹോസ്പിറ്റലുകളാണ്. ഹോസ്പിറ്റലുകൾ ഏരിയ, ഹോസ്പിറ്റലിൽ ഓഫീസുകൾ, പല പല ഓഫീസ്. ആ ഒരു ഇത് കണ്ട, അത് നമ്മുടെ യൂണിക്രെഡിറ്റിൻ്റെ മെയിൻ ഹെഡാണ്. യൂണിക്രെഡിറ്റ് ബാങ്കിൻ്റെ മെയിൻ ഹെഡാണ് ഇത്. ആ കാണുന്ന ഇത് അങ്ങനെ കുറേ സെറ്റ് സംഭവമുണ്ട്. ഏരിയ ഫുള്ളും വലിയ വലിയ ഓഫീസ്, ബാങ്കുകളൊക്കെ മെയിൻ ഹെഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഫുൾ ഈ ഒരു ഏരിയ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഡോമോയിലെത്തി. ഇതൊരു പള്ളിയാണ്, പക്ഷേ കുർബാന ഉള്ളൊന്നും നടക്കാത്ത പള്ളിയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. വർഷങ്ങൾക്ക് വേണ്ടി ആ ഫ്രണ്ട് എത്തട്ടെ. എന്താ ഈ മിലാനിൽ ഇത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. ഇത് കാണാൻ വേണ്ടി ആളുകൾ വരുന്നത്. ആ അയ്യേ, എന്ത് അയ്യേന്ന് കാണും. അങ്ങനെയാണ് ബിൽഡിങ്. അതൊക്കെ റെസ്റ്റോറൻറ്റ്. ആ മേലെ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. ആ മേലെ കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റുകളാണ്. ഒരു കുപ്പി വെള്ളം മേടിക്കണമെങ്കിൽ 6-7 യൂറോയാണ് അവിടുത്തെ എമൗണ്ട്. അതാണ് അതിൻ്റെ ഫ്രണ്ട്. ഈ കുറച്ച് ദൂരെ നിന്ന് എടുക്കാം. ഭക്ഷണം കൊടുക്കുന്നില്ല, പ്രാവുകൾക്ക് എന്തെങ്കിലും കൊടുക്കാം. എത്ര പ്രാവുകളാന്ന് നോക്കിയേ. ഇതൊക്കെ ഒരു കുഞ്ഞു കൊച്ചവിടെ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എത്ര ഉള്ളത്? ഒന്നും ചെയ്യില്ല, ചുമ്മാ കയ്യിലിരിക്കുള്ളത്. കയ്യിൽ എൻ്റെ ഭക്ഷണമുണ്ട്. Full progress. കുറേ അങ്ങോട്ട് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊച്ചിനെ ക്യാമറയൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്യൂട്ട്, നല്ല കാണാനുണ്ടെങ്കിൽ അല്ലേ കുഞ്ഞിന്. തമ്പത്ത് വെള്ളം എൻ്റെ അമ്മേ. നമ്മൾ നമ്മുടെ ഫോട്ടോ കൂടെ ഉള്ള
ഇതാണ് ഡോം. വേറെ എന്നിട്ട് കാണാൻ ഭയങ്കര ആ പോണതാണ് ട്രാം ഗൈസ്. കണ്ടോ ആ വഴി നേരെ ഒരു ട്രാമാണ് കേട്ടോ ആ കാറിൻ്റെ ഫ്രണ്ടിൽ. ഈ ജാമ്പോൻ്റെ കാലത്തെ ഒക്കെ ഉണ്ട്. ആകെ ഇത്ര ഒരു 20 പേർക്ക് കഷ്ടി നിൽക്കാം അതിൽ. അത്ര ഉള്ളൂ. ഒരു 6-7 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടി. നമ്മുടെ ഇത് ആ കാണുന്ന ആ വൈറ്റ് വണ്ടിയുടെ സൈഡിലാണ് നമ്മുടെ ബ്ലഡ് റിസൾട്ട് പഠിക്കാൻ പോകുന്നത്. ഇതുണ്ട് ഇലക്ട്രിക് വണ്ടി. 2 പേർക്ക് അത്യാവശ്യം പോകാൻ പറ്റുന്ന വണ്ടികൾ. അത് മറ്റേ BNB പാരിബാസ് കൊണ്ടൊരു പ്രൈവറ്റ് ബാങ്കാണ്. അതിൻ്റെ മെയിൻ ഹെഡ്. അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്ഥലങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ വാടിക്കെത്തി. ഇനി ഇവിടുത്തെ ഇത് കഴിഞ്ഞ് റിസൾട്ട് മേടിക്കുക, ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വാടിക്കെത്തി. ഓക്കെ, ഹോസ്പിറ്റൽ എൻട്രൻസ് ഇവിടെയാണ്. കേസ് അതിന് സംഭവം കിട്ടി കേസ്. ഇനി നേഴ്സിൻ്റെ ഒക്കെ പീഡനമായിരിക്കും കേസ്. പീഡനം ഇനി ഫുൾ പീഡനമാണ് കേസ്. ഫുൾ പീഡനം അവിടെ എന്തൊക്കെയാണ്. കേട്ടില്ല എങ്ങനെ ഇതൊക്കെ കേസ് കേട്ടില്ല. വലിയ കാര്യത്തിൽ തട്ടിപ്പറിച്ച് മേടിച്ച എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ ഫുൾ ഇറ്റാലിയനാണ്. പിന്നെ എന്താണ് ഇറ്റാലിയൻ അല്ലാണ്ട് പിന്നെ ഇംഗ്ലീഷിൽ ഇവർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ബട്ട് എല്ലാം നമുക്ക് നോർമലാണ്. അതാണ് ഇതിന് റീസൺ. ഇത് ചെയ്യാൻ പറ്റും. ഒരംശം പോലും കൂടുതലില്ല ഗൈസ്, ഒരംശം പോലും കൂടുതലില്ല. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എല്ലാം അറിയാമെന്ന്. സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്ത സംഭവം ഇരിക്കുന്നത്. കൊളസ്ട്രോള് 274, HDL 39. പിന്നെ എങ്ങനെയാ നീരെല്ലാം ഉണ്ടാവണം. യൂറിക് ആസിഡ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. സിറം യൂറാത്ത്. ഈ കുട്ടിക്ക് എന്ത് നേഴ്സിന് എന്ത് പറയാണ്ടെന്ന്. ഓക്കെ പറഞ്ഞോ നേഴ്സ്, പറയും. കുട്ടിക്ക് എന്ത് പറയാണ്ടെന്ന് പറ. കൊളസ്ട്രോൾ ഒട്ടുമില്ല, 500 ഉള്ളൂ. പിന്നെ പിന്നെ പറയൂ. എന്താ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര നാവാണ്. എല്ലാം കഴിഞ്ഞ് പോവാം. അപ്പോൾ കേസ് ഇവിടുത്തെ സാധനം മേടിച്ച് ഞങ്ങൾ പോവാണ്. അത് ഹോസ്പിറ്റലിൻ്റെ സൈഡ് പിടിച്ച് ഇങ്ങനെ പോവാണ്. ഇവിടെ ജോലി ചെയ്യണതിൻ്റെ അടുത്തുനിന്നുള്ള ഇനി മെട്രോ എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ വന്നത് വേറെ വഴിക്ക്, പോണത് വേറെ വഴിക്ക്. ഇത് ആംബുലൻസ് കണ്ടത്, ആംബുലൻസാണത്. ഇത് മെയിൻ ഇതാണ്. അപ്പോൾ ഇവിടെയാണ് ആംബുലൻസിൻ്റെ കൂടാരം. ICU സെറ്റപ്പുകളാണ്. എല്ലാ കേസും ഇവിടേക്ക് കയറ്റിയിട്ടാണ് ബാക്കി ഇതിലേക്ക് മാറ്റുള്ളൂ.
നമ്മുടെ നാട്ടിലത്തെ ടൈപ്പാണെന്നൊക്കെ എല്ലാം ഭയങ്കര വ്യത്യാസമല്ലേ. ഇവർ അതുപോലെ ചെയ്യാം ഇവിടുത്തെ ആംബുലൻസ്. പക്ഷെ ഇവിടുത്തെ ആംബുലൻസ് പകുതി മുക്കാലും ഓപ്പൺ കേട്ടോ, ഫുള്ള് അടവല്ല ഉണ്ടാ ഓപ്പൺ. ഈ സൈഡും കുറച്ച് ഓപ്പൺ ആയിരിക്കും. ഇവിടെ എങ്ങനെ ഇത് സെറ്റപ്പ് ഒന്നും ഉണ്ടാ. ഇവിടാണ് ആംബുലൻസ് എൻട്രൻസ്. എന്താ ഇതിലെ കയറാം, ഇതിൽ ഇറങ്ങാം. ഇനി ആ വണ്ടികൾ കോളിങ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പോകാണ് അടുത്ത വണ്ടി. എന്താ ലേഡിയാണ് ഡ്രൈവർ കേട്ടോ. അടുത്ത ആംബുലൻസ് പിന്നെ ഈ നേഴ്സ് ഇവിടുന്ന് എന്തൊക്കെയാ പറയുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണ്ട. കുട്ടിക്ക് എന്ത് പറയാണ്ടെന്ന്, എന്തിട്ടാണ് തണുപ്പിൻ്റെ അത് കുഴപ്പമില്ല, എന്തിട്ടാണ് പ്രശ്നം പറയും കേട്ടെ. ഗൈസ്, ഈ ലോകത്തൊരു ലൈഫുള്ളൂ, നമ്മളത് പരമാവധി അല്ലാണ്ട് അത് കഴിക്കാൻ പാടില്ല ഇതും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ അസുഖമില്ലാത്തവർ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോകുന്നുണ്ട്. അവർ ഇതൊന്നും കഴിക്കാതെയാണ് പോകുന്നത്. അല്ലല്ലോ, ഇവിടെ കാര്യമൊന്നുമില്ല കേസ്, കാര്യമില്ല. പിന്നെ അല്ല, എന്തോ കാര്യമായിട്ട് തല ആട്ടുന്നുണ്ട്. i5 BMW i5 പണ്ട അപ്പോൾ ശരിക്കും ട്രാമോണ വഴിയാണ് അങ്ങോട്ട്. ഞാൻ ഇത് വണ്ടി ഇങ്ങോട്ട് വന്നതല്ലേ, പക്ഷെ ഇപ്പോൾ ട്രാമൊന്നും പോകുന്നില്ല. അതല്ല, ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ നമുക്ക് മെട്രോ എടുക്കാനായിട്ട്. ഇതൊക്കെ അടച്ചിട്ടേക്കാണ്. ടേബിൾ സെറ്റിംഗ് ഉണ്ടല്ലോ ഇവിടുത്തെ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ ടേബിൾ സെറ്റിംഗ് ആണ് ഇതൊക്കെ. ഫോർക്കും ഇതൊക്കെ വരും കേട്ടോ അതിൻ്റെ ഒപ്പം. അപ്പോൾ ഞങ്ങളിതാ മെട്രോ കയറാൻ പോവാണ്. ശരിക്കും ഒരാൾക്ക് ടിക്കറ്റാണ്. ഞങ്ങൾ ഒരു ടിക്കറ്റിന് 2 പേരും കയറും. നോക്കാമല്ലോ, അവർക്ക് ഇവിടെ ചെക്കിങ്ങിന് ആളില്ലെങ്കിൽ നമ്മൾ ഉണ്ട്. അത് സിമ്പിളായിട്ട് കയറി. Aia. അറിയില്ല, എൻ്റെ ചിലപ്പോൾ ടൈം കഴിഞ്ഞോ വേണ്ട. ഒരു ടിക്കറ്റിൽ ഞങ്ങൾ 2 പേരും കയറി. വളരെ രക്ഷയില്ല. മെട്രോ എടുക്കാനായിട്ട് താഴേക്ക് പോകണം. ഇത്ര നാൾ ഇതിൽ കയറാൻ പേടിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം ഉണ്ട് എന്ത് സിമ്പിളായിട്ട് പോയില്ല. എത്ര പോയില്ലേ? ഇതിൽ കയറാൻ പേടിച്ച് വെത്തി. ഇപ്പം എന്ത് സിമ്പിളായിട്ടാണ് കയറണമെങ്കിൽ അവിടെ വന്ന് ഒറ്റ ദിവസം തന്നെ പേടി മാറ്റി വെച്ചു. ഓടി വന്ന് സീറ്റും പിടിച്ചിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? വന്ന്
സ്റ്റോപ്പിൽ ഇറങ്ങി ഇനി ഇവിടെ നമുക്ക് വേറൊരു മെട്രോ കൂടി എടുക്കാനുണ്ട്. 2 മെട്രോ മാറിക്കയറിയാലാണ് നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് മാറിക്കയറി അടുത്തതിലേക്ക് പോകണം. കണ്ടാ ഇവിടെ നമ്മുടെ യൂറോപ്പിലും ആനനെ കാണുന്നവർക്കാണുള്ളൂ. ആന മെട്രോ എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. മെട്രോ എടുക്കാനായിട്ട് ഇത് ഈ ഓരോന്നിലും ഞാനൊരു വഴി പഠിക്കേണ്ടത്. anni di Formula 1 e 16 anni പിന്നെ നീ എന്ത് വിചാരിച്ചേ? എന്തോ ഓർത്ത് കാര്യമായിട്ട് എന്തോ ആലോചിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി. ഫുൾ ടയർഡായി. ഡ്രസ്സ് മാറി ഇനി ഫുഡ് കഴിച്ച് ഒരു ഉറക്കം. ആ സമയം ഇവിടെ 9 മണി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ശുഭയാത്ര, ശുഭരാത്രി, ഗുഡ് നൈറ്റ്.